Hello everyone, welcome to the course on Electrical Machine Design. We are discussing Module 3. Module 3-ൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫീൽഡ് ഡിസൈൻ ആണ്. ഫീൽഡ് സർക്യൂട്ടിൻ്റെ ഡിസൈൻ ആണ്. അതിൽ പോള് വരും, ടോട്ടൽ ഫീൽഡ് ഡയമെൻഷൻസ് വരും, അങ്ങനെയുള്ള ഇതിൻ്റെ ഫീൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കാൽക്കുലേഷൻസ്, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കാൽക്കുലേഷൻസ് അതൊക്കെയാണ് ഇന്ന് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. So design of field winding. Entire field system consisting of ഏതൊക്കെ ചേർന്നിട്ടാണ് ഫീൽഡ് സിസ്റ്റം കൺസിസ്റ്റ് ചെയ്തേക്കുന്നത്? ഒരു പോള് കാണും, ഒരു പോൾ ഷൂ കാണും, അതുകൂടാതെ ഒരു ഫീൽഡ് വൈൻഡിങ്ങും കാണും അല്ലേ? ഇനി ഈ ഫീൽഡ് വൈൻഡിങ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കേസിൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും തിൻ കണ്ടക്ടേഴ്സിന്റെ വിച്ച് ക്യാരീസ് ലോ കറണ്ട് അല്ലേ? അതുപോലെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണെങ്കിൽ നേരെ തിരിച്ച തിക്ക് കണ്ടക്ടേഴ്സ് ആയിരിക്കും ക്യാരിങ് ഹെവി കറണ്ട് ആയിരിക്കും. സോ നമ്മളൊരു ഫീൽഡ് വൈൻഡിങ് ഡിസൈൻ ചെയ്യുമ്പം ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ടോട്ടൽ MMF പെർ പോള്, ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ നോക്കണം, ലോസ് ഡിസിപ്പേറ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് പോൾ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് കോയിൽ നോക്കണം, ദെൻ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് കണ്ടക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ പാരാമീറ്റേഴ്സും എങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യത്തേത് ഏരിയ ഓഫ് പോള്. ഓക്കെ, ഏരിയ ഓഫ് പോള് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഫ്ലക്സ് ഇൻ ദ പോൾ ബോഡി കണ്ടുപിടിക്കണം. എങ്ങനെ ഫ്ലക്സ് ഇൻ ദ പോൾ ബോഡി കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷൻ ആണ് 5P is equal to the leakage coefficient into useful flux per pole. Leakage coefficient is denoted as CL and useful flux per pole is 5. ഓക്കെ, ഈ ലീക്കേജ് കോഎഫിഷ്യന്റ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ടു KW കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഫ്രം ദിസ് ടേബിൾ. ഓക്കെ, 50 KW ആണെങ്കിൽ 1.12 to 1.25 ആ റേഞ്ചിലായിരിക്കും അതിന്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും? CLന്റെ വാല്യൂ സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് അടുത്തൊരു കാര്യം കൂടെ വേണം, ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.2 to 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ ഫോർ ലാമിനേറ്റഡ് പോൾസ് എന്നാണ്. സോ അതിനുള്ളിൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഏരിയ ഓഫ് പോൾ ബോഡി. ഓക്കെ, ഏരിയ ഓഫ് പോൾ ബോഡി AP എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്ലക്സ് പെർ പോളും അറിയാം നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻ ദ പോൾ ബോഡി 5P അറിയാം നമുക്ക്. പിന്നെ അതുകൂടാതെ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ പോൾ ബോഡി BP അറിയാം. സോ ഏരിയ ഓഫ് പോൾ എന്തായിരിക്കും? 5P ഡിവൈഡഡ് ബൈ BP, ദാറ്റ് ഈസ് CL5 ഡിവൈഡഡ് ബൈ BP എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി എന്തായി? ഏരിയ ഓഫ് പോള് കിട്ടി അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെങ്ത്, പോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ആർമേച്ചറിനെക്കാളും ചെറുതായിട്ട് എടുക്കും. എന്തിനാണ് കുറവായിട്ട് എടുക്കാൻ കാര്യം? ടു അവോയ്ഡ് മാഗ്നറ്റിക് സെന്ററിങ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആക്ച്വൽ ഡിഫറൻസ് ഏകദേശം 10 മുതൽ 15 മില്ലിമീറ്റർ വരെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് പോൾ എന്ന് പറയുന്നത് L-0.01 to 0.015 വരെ L-. ഓക്കെ, ആ വാല്യൂവിന്റെ ഇടയിലായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, therefore width of pole body എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം AP ഡിവൈഡഡ് ബൈ LPI. ഓക്കെ, നമുക്ക് ഏരിയ എന്താണ്? ആക്ച്വലി ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്നാണ്. സോ വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത് എന്നായിരിക്കുമല്ലോ. സോ AP ഡിവൈഡഡ് ബൈ LPI. ഓക്കെ, LPI എന്ന് പറഞ്ഞാൽ നെറ്റ് അയൺ ലെങ്ത് ഓഫ് പോൾ കോർ എന്നാണ്. സോ LPI is equal to 0.9 LP. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയ ഇക്വേഷൻ ആണ്. LPI is equal to 0.9 LP. ഓക്കെ, അപ്പം 5L പകരം എനിക്ക് എന്ത് എഴുതാം? സോറി, LPI നമ്മുടെ APക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റി? 5L ഡിവൈഡഡ് ബൈ BP എന്ന് എഴുതാൻ പറ്റി. സോ 5L ഡിവൈഡ് ബൈ BP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ AP ബൈ LPI is equal to 5L ഡിവൈഡ് ബൈ BP ഇൻറ്റു LPI എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാമിനേറ്റഡ് കോർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ദ മെഷീൻ യൂസിങ് ലാമിനേറ്റഡ് കോർ ഫോർ പോൾസ്. നമ്മുടെ ആക്സിയൽ ലെങ്ത് ഓഫ് പോൾ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ആർമേച്ചർ കോറിന് ഈക്വൽ, അതിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. സോ LPI എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി LIക്ക് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ ഓഫ് പോള്, അതുകൂടാതെ ലെങ്ത്, നമ്മുടെ വിഡ്ത്ത്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ഡയമെൻഷൻസ് ഓഫ് ഫീൽഡ് കോയിൽ. ഡയമെൻഷൻസ് ഓഫ് ഫീൽഡ് കോയിൽ നമുക്ക് അറിയേണ്ടത് ലെങ്ത് ഓഫ് മീൻ ടേൺ അറിയണം. അതുകൂടാതെ അത് സിലിണ്ട്രിക്കൽ ഫീൽഡ് കോയിൽ ആണെങ്കിൽ എങ്ങനെയിരിക്കും, അതുകൂടാതെ റെക്ടാങ്കുലർ ഫീൽഡ് കോയിൽ ആണെങ്കിൽ എങ്ങനെയിരിക്കും, ആ കാര്യമാണ് നമ്മൾ ഇതുവഴി അറിയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ നമുക്കത് ചൂസ് ചെയ്യാന്നുള്ള കാര്യം. ഫിഗറിൽ ഇപ്പം നിങ്ങൾക്കൊരു റെക്ടാങ്കുലർ ഫീൽഡ് കോയിലിൻ്റെ ഹൊറിസോണ്ടൽ വ്യൂവും അതുകൂടാതെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂവും കാണാൻ പറ്റും. അതുകൂടാതെ സിലിണ്ടറിക്കൽ ഫീൽഡ് കോയിലിൻ്റെതും അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂവും നമ്മൾ നേരിട്ട് കാണുന്ന ആ വ്യൂവും കാണാൻ പറ്റും. ഓക്കെ, ഈ ടേബിൾ ആക്ച്വലി നമുക്ക് ആദ്യം ഇതിൻ്റെ ലെങ്ത് ഓഫ് മീൻ ടേൺ, ഒരു ഫീൽഡ് കോയിലിൻ്റെ റെക്ടാങ്കുലർ കോയിലാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഓഫ് മീൻ ടേൺ എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെയാണ്? എൽ പി എന്ന് പറയുന്നത് ഈ സെക്ഷൻ ലെങ്ത് ആണ്. ഓക്കെ, ബി പി എന്ന് പറയുന്നത് ഈ വിഡ്ത്താണ് ബി പി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ എൽ പി, ഇത് ബി പി. ഓക്കെ, ഡി എഫ് എന്ന് പറയുന്നത് ഈ വിഡ്ത്താണ്, ഈ ഡി എഫ്. ഓക്കെ, അപ്പം ടോട്ടൽ മീൻ ടേൺ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ എം ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി. അതുകൂടാതെ ഡി എഫ് ഇവിടെയും വരും ഇവിടെയും വരും, ഇതിൻ്റെ എല്ലാം ഇൻറ്റു 2 ആയിരിക്കില്ലേ? ഇവിടെയും ഒരു ഡി എഫ്, ഇവിടെയും ഒരു രണ്ട് ഡി എഫ്, ഒരു എൽ പിയും വരും ഒരു ബി പിയും വരും. ഓക്കെ, ഒരു എൽ പി ഒരു ബി പി മാത്രമാണ്, ഇപ്പുറത്ത് ഒരു എൽ പിയും വരും ഇപ്പുറത്ത് ഒരു ബി പിയും വരും. സോ എന്ത് പറ്റും? ഒരു എൻ്റെ ടേൺ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി പ്ലസ് 2 ഡി എഫ് എന്ന് കിട്ടും. ഓക്കെ, അത് കൂടാതെ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറെ ഇക്വേഷൻ ഉണ്ട്. നമുക്കിപ്പം ഔട്ടർ മോസ്റ്റ് ടേണിൻ്റെ ലെങ്ത് അറിയാം, ഇന്നർ മോസ്റ്റ് ടേണിൻ്റെ ലെങ്ത് അറിയാം. സോ L0, ഈ ഔട്ടർ മോസ്റ്റ് ടേണിൻ്റെ ലെങ്ത് LOയും ഇന്നർ മോസ്റ്റ് ടേണിൻ്റെ ലെങ്ത് LIയും ആയിട്ട് എടുത്താൽ LMT എന്ന് പറയുന്നത് L0 പ്ലസ് LI/2 ആയിരിക്കും. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതിന് പകരം ഞാൻ സിലിണ്ടറിക്കൽ ഫീൽഡ് കോയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ LMT എന്ന് പറയുമ്പോൾ DF എന്ന് പറയുന്നത് ഈ വിഡ്ത്താണ്, ഇതെന്ന് പറയുന്നത് ഇന്നറിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, സോ ലെങ്ത് ഓഫ് മീൻ ടേൺ ആക്ച്വലി എന്തായിരിക്കും? പൈ ഓഫ് ഡി പി പ്ലസ് ഡി എഫ് എന്നായിരിക്കും. ഓക്കെ, ഈ ഡി എഫിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ വാല്യൂ മില്ലിമീറ്ററിൽ നമുക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് ചൂസ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചർ ഡയമീറ്റർ. ഓക്കെ, ആർമേച്ചർ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം? ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ് എനിക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡയമെൻഷൻസ് ഓഫ് ഫീൽഡ് കോയിൽ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇനി കറന്റ് ഇൻ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. എങ്ങനെ കറന്റ് ഇൻ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണ്ടുപിടിക്കാം? അതിന് മുന്നേ നമുക്ക് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഇക്വേഷൻ പറയണം. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ഈച്ച് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഈച്ച് ഷണ്ട് ഫീൽഡ് കോയിൽ EF ഈസ് ഈക്വൽ ടു 0.8 to 0.85 ടൈംസ് V ഡിവൈഡഡ് ബൈ P എന്നായിരിക്കും. V എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, നമ്മുടെ എക്സൈറ്റേഷൻ വോൾട്ടേജ്. അപ്പം നമുക്ക് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അതേ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് വൈൻഡിങ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഫീൽഡ് കറണ്ട് കിട്ടില്ലേ? സോ IF ഈസ് ഈക്വൽ ടു EF ഡിവൈഡഡ് ബൈ RF എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ RF ആണ് റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഫീൽഡ് കോയിൽ. സോ ഇങ്ങനെ എനിക്ക് എന്ത് കിട്ടി? ഫീൽഡ് കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് കോയിൽ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് കോയിൽ. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ നോർമൽ ഇക്വേഷൻ അറിയാം. എന്താണ്? റോ എൽ ബൈ എ, റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഏരിയ അല്ലേ? അതിൽ ഇവിടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഞാൻ കോപ്പർ വയർ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫീൽഡ് കോയിൽ ആയിരിക്കും. താഴെ ഡിവൈഡഡ് ബൈ വരുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദാറ്റ് ഫീൽഡ് കണ്ടക്ടർ അല്ലേ? ഓക്കെ, ഈ ലെങ്ത് ഓഫ് ഫീൽഡ് കോയിൽ എന്ന് പറയുമ്പോൾ എന്താ? അത് ലെങ്ത് ഓഫ് മീൻ ടേൺ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആയിരിക്കില്ലേ? സോ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് എഴുതി എനിക്ക് എന്ത് പറ്റി? ദ റെസിസ്റ്റൻസ് RF ഈസ് ഈക്വൽ ടു റോ റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഓഫ് മീൻ ടേൺ LMT ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് TF ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ ഈസ് AF. ദാറ്റ് ഈസ് RF ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു LMT ഇൻറ്റു TF ഡിവൈഡഡ് ബൈ AF എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ഡയമെൻഷൻസ് ഓഫ് ദ ഫീൽഡ് കണ്ടക്ടർ. ഓക്കെ, എന്താണ് ഡയമെൻഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ആൻഡ് അതിൻ്റെ ഡയമീറ്ററും ആണ് ടോട്ടൽ ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. നമ്മൾ പറഞ്ഞു ഡയമെൻഷൻസ് ഓഫ് ഫീൽഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ദ ഡയമെൻഷൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതുകൂടാതെ അതിൻ്റെ ഡയമീറ്ററും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം? കറണ്ടും അറിയാം, കറണ്ട് ഡെൻസിറ്റി അറിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഈ കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ യൂഷ്വലി ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെയാണ്? 1.5 to 3.5 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ വരെ ആ റേഞ്ച് ആയിരിക്കും. ദാറ്റ് ഈസ് AF ഈസ് ഈക്വൽ ടു IF ഡിവൈഡഡ് ബൈ ഡെൽറ്റ F. ഓക്കെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ.
നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആംപിയർ ടേൺസ് അറിയാമെങ്കിൽ, റെസിസ്റ്റിവിറ്റി, ലെങ്ത് ഓഫ് മീൻ ടേൺ ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഫീൽഡ് കോയിൽ, ഇതെല്ലാം അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏത്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാത്? നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഏതാത്? RF ഈസ് ഈക്വൽ ടു റോ LMT TF ഡിവൈഡഡ് ബൈ AF. അതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഈ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇതിൽ ഇതാണ് ഏരിയ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതിപ്പുറ തൊട്ടടുത്ത് RF താഴോട്ടെടുത്ത് എനിക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ AF കിട്ടില്ലേ? റോ LMT TF ഡിവൈഡഡ് ബൈ RF എന്ന് കിട്ടും. ഓക്കെ, സോ RFന്റെ വാല്യൂ നമുക്കറിയാം എന്ത്? EF ഡിവൈഡഡ് ബൈ IF എന്നാണ്. സോ ഇതിനൊക്കെ ഞാൻ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3.58 ആണ്, ഇത് 3.59 ആണ്. ഓക്കെ, സോ നമ്മുടെ 3.59ലെ RFന്റെ വാല്യൂ എടുത്തിട്ട് 3.58 ഇട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 3.58ലെ 3.59 കിട്ടുന്ന ഈ RFന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടും? AFന്റെ ഇക്വേഷൻ AF ഈസ് ഈക്വൽ ടു റോ LMT TF IF ഡിവൈഡഡ് ബൈ EF എന്ന് കിട്ടും. ഓക്കെ, നോക്കാം അത് തന്നെയാണോ കിട്ടിയെന്നുള്ളത്. റോ LMT TF IF ഡിവൈഡഡ് ബൈ EF എന്ന് കിട്ടും. ഇതിനകത്ത് TF IF ഇസ് ഈക്വലി ആംപിയർ ടേൺസ് ആണ്. സോ AF നമ്മുടെ ടോട്ടൽ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ആണ്. സോ AFT അല്ലെങ്കിൽ AFL എന്നൊക്കെ നമുക്ക് വിളിക്കാം. സോ AFL ഈസ് ഈക്വൽ ടു TF IF എന്നൊക്കെ, TF IF. ഓക്കെ, അതിനെന്ത് ഞാൻ വിളിച്ചു? 3.61 എന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു. അതായത് TF IFന് പകരം AFL ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ റോ LMT ATFL ഡിവൈഡഡ് ബൈ EF എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതാണ് അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം കണ്ടക്ടർ യൂഷ്വലി ഏത് ക്രോസ് സെക്ഷൻ ആയിരിക്കും? സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഫീൽഡ് വൈൻഡിങ് ബേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇക്വേഷൻ എന്താണ്? AF ഈസ് ഈക്വൽ ടു π/4 DFC സ്ക്വയർ. ഓക്കെ, ഫീൽഡ് കോയിലിൻ്റെ ഡയമീറ്റർ ആണ് DFC എന്ന് പറയുന്നത്. സോ ഡയമീറ്റർ ഇതിനകത്ത് കണ്ടുപിടിച്ചാൽ DFC ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4AF ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് യൂഷ്വലി എന്ത് ചെയ്യും? ഇൻസുലേറ്റ് ചെയ്യും. ഓരോ ടേൺസും തമ്മിൽ പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിരിക്കും. സോ നമ്മൾ ആക്ച്വൽ ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ ഇൻക്ലൂഡിങ് തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ എന്ത് പറ്റൂ? നമുക്ക് ആക്ച്വൽ കോപ്പർ സ്പേസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഡയമീറ്റർ ഓഫ് ഫീൽഡ് കണ്ടക്ടർ ഇൻക്ലൂഡിങ് ദാറ്റ് ഇൻസുലേഷൻ തിക്നെസ് DFCI. ഓക്കെ, വിത്ത് ഇൻസുലേഷൻ DFCI എന്ന് പറയുന്നത് ഇൻസുലേഷൻ ഇല്ലാതെ DFC പ്ലസ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്തായിരിക്കുമല്ലോ. സോ DFC പ്ലസ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ ഓഫ് ഫീൽഡ് കണ്ടക്ടർ ഇൻക്ലൂഡിങ് ഇൻസുലേഷൻ തിക്നെസ് എന്ന് കിട്ടും. Therefore, copper space factor can be defined as SF is equal to 0.75 DFC divided by DFCI the whole square എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻസ് ഓഫ് ഫീൽഡ് കോയിൽ. നമുക്ക് ഏരിയയും കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഡയമീറ്ററും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ദ പോൾ. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ സം ഓഫ് ഫീൽഡ്, നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ്, പിന്നെ പോൾ ഷൂവിൻ്റെ ഹൈറ്റ്, പിന്നെ ഉള്ളത് ഹൈറ്റ് ടേക്കൺ ബൈ ദ ഇൻസുലേഷൻ ആൻഡ് ഹൈറ്റ് വേസ്റ്റഡ് ഡ്യൂ ടു കർവേച്ചർ ഓഫ് യോക്ക്. ഇത് മൂന്നിൻ്റെ സമ്മാനിക്കും. സോ ഇതിനകത്ത് ഹൈറ്റ് ഓഫ് പോൾ ഷൂ HS എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 0.1 to 0.2 ടൈംസ് ഹൈറ്റ് ഓഫ് പോൾ ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് സ്പേസ് വേസ്റ്റഡ് ബിക്കോസ് അതെന്ന് പറയുന്നത് അത് കർവേച്ചർ ഉണ്ടാകുന്ന ആ ഒരു സംഭവം. അതായത് ഹൈറ്റ് ടേക്കൺ ബൈ ദ ഇൻസുലേഷൻ ആൻഡ് ഹൈറ്റ് വേസ്റ്റഡ് ഡ്യൂ ടു കർവേച്ചർ ഓഫ് യോക്ക് എന്ന് പറയുന്നത് നമ്മുടെ 0.1 to 0.15 ടൈംസ് ടോ ആയിരിക്കും. ടോ എന്ന് പറയുന്നത് ആക്ച്വലി പോൾ പിച്ച് ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുവാണ്. എങ്ങനെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ പ്രൊസീഡ് ചെയ്യാം. ഇപ്പം നമ്മൾ കുറേ സ്റ്റെപ്പുകളാണ് പഠിച്ചത്, അല്ലെ? നമ്മൾ കുറേ പ്രൊസീജിയറാണ്, കുറേ ഇക്വേഷൻസ് ആണ് പഠിച്ചത്. അപ്പം നമുക്കൊരു ആക്ച്വൽ ഒരു ഷണ്ട് ഫീൽഡ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം നമുക്ക്. ആദ്യത്തെ കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഡയമെൻഷൻസ് ഓഫ് ദ കോർ, അതുകൂടാതെ ഫ്ലക്സ് ഡെൻസിറ്റി, ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കും. ആ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? 1.2 to 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫ്ലക്സ് ഇൻ ദ ഹോൾ ബോഡി 5P എന്ന് പറയുന്നത് CL × 5. CL എന്ന് പറയുന്നത് ലീക്കേജ് കോഎഫിഷ്യൻ്റ് ആണ്. ഏരിയ ഓഫ് ഹോൾ ബോഡി അതിൽ നിന്ന് കണ്ടു 5P/BP. ഓക്കെ. സിലിണ്ടറിക്കൽ പോൾ ആണെങ്കിൽ ഡയമീറ്റർ എന്താണ്? √4AP/π ആണ്. റെക്ടാങ്കിൾ പോൾ ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് L-0.001 to 0.015 ആ റേഞ്ചിലായിരിക്കും. ഓക്കെ. പെർ നെറ്റ് അയൺ ലെങ്ത് ഓഫ് പോൾ ഈസ് 0.9 LP ആണ്. അതുപോലെ വിഡ്ത്ത് ഓഫ് പോൾ, നമുക്ക് ഏരിയ അറിയാം, LPI നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെങ്കിൽ വിഡ്ത്ത് ഓഫ് പോൾ എന്ന് പറയുന്നത് എന്തായി? BP = AP/LPI. നമ്മൾ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. അടുത്ത എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ലെങ്ത് ഓഫ് മീൻ ടേൺ ഓഫ് ഫീൽഡ് കോയിൽ കണ്ടുപിടിക്കേണ്ടി വരും. റെക്ടാങ്കുലർ ആണെങ്കിൽ 2 × LP + BP + 2DF ആണ്. ഓക്കെ. സിലിണ്ടറിക്കൽ ആണെങ്കിൽ π × DP + DF ആയിരിക്കും. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഷണ്ട് ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് എന്താണ്? 0.8 to 0.85 ടൈംസ് V/P ആയിരിക്കും അല്ലേ? പിന്നെ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അതവിടെ ഉണ്ട്. ശേഷം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അടുത്തതെന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ AF = ρLMT/AT/FL/EF ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫീൽഡ് കണ്ടക്ടർ കണ്ടുപിടിക്കും. ഓക്കെ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ച അടുത്ത സ്റ്റെപ്പ് എന്താണ്? എനിക്ക് അതിന് ഡയമീറ്റർ ഓഫ് ഫീൽഡ് കണ്ടക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് ആ സ്കോപ്പ് സ്പേസ് ഫാക്ടറും കൂടെ. അപ്പം DFC എന്താണ്? √4AF/π ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇൻസുലേഷൻ്റെ കാര്യം കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് DFCI = DFC + തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, കോപ്പർ സ്പേസ് ഫാക്ടർ 0.75 × DFC/DFCI² എന്നും കിട്ടി നമുക്ക്. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വൈൻഡിങ് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ? HF എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിലുള്ള ഹൈറ്റ്. സോ HF എന്താണ്? നമ്മുടെ വൈൻഡിങ്ങിൻ്റെ മാത്രം ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ പോളിൻ്റെ ഹൈറ്റ് മൈനസ് ഹൈറ്റ് ഓഫ് ദ ഷൂ മൈനസ് ഇൻസുലേഷൻ ആൻഡ് ക്ലിയറൻസ്, നമ്മുടെ ആ കർവേച്ചർ കൊണ്ടുള്ള ആ പരിപാടിയൊക്കെ കഴിച്ചിട്ടുള്ള ബാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ HPL - 0.1 to 0.2 HPL minus 0.1 to 0.15 tau. The tau is the pole pitch. അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേൺസ് SF, HF, TF / AF എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് എനിക്ക് നമ്പർ ഓഫ് ടേൺസും കണ്ടുപിടിക്കാം. ഓക്കെ. ഡയമീറ്റർ ഓഫ് ഫീൽഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്താൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. DFCI = DFC + തിക്നെസ് ഓഫ് ഇൻസുലേഷൻ and copper space factor 0.75 × DFC/DFCI². ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് കോയിൽ ആൻഡ് ഫീൽഡ് കറണ്ട് രണ്ടും കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് കോയിലിൻ്റെ ഇക്വേഷൻ TF × ρLMT/AF എന്നാണ്. ഓക്കെ. ഫീൽഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ EF/RF എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഫീൽഡ് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചേക്കാം. ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്ന ഡിസൈൻ ക്രൈറ്റീരിയാസുമായിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം കറണ്ട് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് കോയിൽ ചെക്ക് ചെയ്യണം. എങ്ങനെ കറണ്ട് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് കോയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ΔF = IF/AF എന്നാണ്. സോ ഈ IFൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. AFൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ ആയ 3.5 Ampere/mm² കൂടുന്നുണ്ടോ നോക്കുക. കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ ഒരു 5% ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റെപ്പുകൾ ഏതൊക്കെ മുതൽ ഏത് സ്റ്റെപ്പ് വരെ? ഡയമീറ്റർ കാണുന്ന സ്റ്റെപ്പ് മുതൽ, അതിനുശേഷം നമ്മുടെ ടേൺസ് കണ്ടുപിടിക്കുക, അതിനുശേഷം കറണ്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കുക, ആ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് ഇതൊന്നുകൂടെ പ്രൊസീഡ് ചെയ്യുക. പിന്നെ അടുത്ത ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്ന എന്താണ്? ഡിസൈഡ് വാല്യൂ ഓഫ് MMF ആണോ എന്ന് നോക്കുക. ഓക്കെ. ആക്ച്വൽ വാല്യൂ ഓഫ് MMF നമ്മൾ IF × TF വെച്ച് കണ്ടുപിടിക്കുക.
എന്നിട്ട് അത് നോക്കുക, നമ്മുടേതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഒന്നെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്യും ഇത്ര വാല്യൂ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്, ഓർ ഇറ്റ് മേ ബി ടേക്കൺ ആസ് 1.1 to 1.25 ടൈംസ് ദ ആർമേച്ചർ MMF അറ്റ് ഫുൾ ലോഡ്. ഓക്കെ, ദ ആക്ച്വൽ MMFന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈക്വൽ ഓർ ഹയർ ദാൻ ഡിസൈർഡ് വാല്യൂ. ഓക്കെ, ഇപ്പം ഈ ആക്ച്വൽ MMFന്റെ വാല്യൂ ലെസ് ദാൻ ഡിസൈർഡ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വൽ MMFന്റെ വാല്യൂ നമ്മുടെ ഡിസൈർഡ് വാല്യൂവിനേക്കാളും കുറവാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ് ഒരു 5% ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ മുന്നേ ഉള്ള സ്റ്റെപ്പുകൾ, മൊത്തമുള്ള സ്റ്റെപ്പുകൾ, അതായത് ഏകദേശം നമ്മുടെ മിൻ ടേൺ കാണുന്ന സ്റ്റെപ്പ് മുതൽ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ആ കറണ്ട് ഡെൻസിറ്റിയുടെ ആ പ്രൊസീജിയർ വരെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള MMFന്റെ വാല്യൂ അച്ചീവ് ചെയ്തോ നോക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റൈസ് ക്രൈറ്റീരിയ. ഓക്കെ, ആക്ച്വൽ കോപ്പർ ലോസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫീൽഡ് വൈൻഡിങ്ങിന്റെ കേസിൽ IF² RF എന്നാണ്. ഓക്കെ, സർഫസ് ഏരിയ ഇൻക്ലൂഡിങ് ദ ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് S is equal to 2 into LMT HF plus DF എന്നാണ്. ആ ഡയഗ്രാം മൈൻഡിലുണ്ടാവണേ. നമ്മൾ ആദ്യം വരച്ച റെക്റ്റാങ്കുലറിന്റെയും സിലിണ്ടറിന്റെയും കേസിലുള്ള ഡയഗ്രാം മൈൻഡിലുണ്ടാവണം. അതിൽ നിന്നാണ് ആ സർഫസ് ഏരിയ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കൂളിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ ടേം, ദാറ്റ് ഈസ് കൂളിംഗ് കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 0.14 to 0.16 ഡിവൈഡഡ് ബൈ 1 plus 0.1 VA എന്നാണ്. where VA is the peripheral velocity of armature. പെരിഫറൽ വെലോസിറ്റിയിൽ പെരിഫറൽ സ്പീഡ്. ഓക്കെ, അത് നമുക്കറിയാം എന്താണെന്നുള്ളത്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂളിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ കിട്ടും. കൂളിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് θm എന്ന് പറയുന്നത് ആക്ച്വൽ കോപ്പർ ലോസ് ഇൻറ്റു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന IF² RF ഇൻറ്റു C ഡിവൈഡഡ് ബൈ ദാറ്റ് S ആയിരിക്കും, സർഫസ് ഏരിയ. ഓക്കെ, ഈ ടെമ്പറേച്ചർ റൈസ് നമ്മുടെ ഒരു വിത്തിൻ ദ ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഡിസൈൻ ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഈ നമ്മളെ ഈ അലോവബിൾ ടെമ്പറേച്ചർ റൈസ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ഓഫ് ഇൻസുലേഷനാണ്. ഈ ടെമ്പറേച്ചർ റൈസ് ലിമിറ്റിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസൈൻ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം? ഇൻക്രീസിങ് ദ ഡെപ്ത് ഓഫ് ഫീൽഡ് വൈൻഡിങ് ബൈ 5%. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഫീൽഡിന്റെ ഡിസൈനാണ്. ഫീൽഡ് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഫീൽഡ് വൈൻഡിങ്ങിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു. സോ ഇക്വേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിയോസ് ഒന്നുകൂടെ കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇനിയുള്ള സെഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോബ്ലമാറ്റിക് സെഷനാണ്. സോ ഇക്വേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.